അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ആപ്സ് ടിപ്സ്. ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ തനതായ സംസ്കാരത്തിൻ്റെ ഭാഗമായ ആറന്മുള വള്ളസദ്യ അത് ആസ്വദിക്കാനാണ് പോകുന്നത്. ഈ ഒരു കർക്കിടക മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് ഓണം വരെ നീണ്ടു നിൽക്കുന്ന അതിപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഇത് നടക്കുന്നത്. ഓരോ പള്ളിയുടെ സമിതിയുടെ അണ്ടറിലാണ് ഈ വള്ളസദ്യ നടത്തപ്പെടുന്നത്. അപ്പോൾ ഒരു വീട്ടുകാർ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ നേർച്ചയായിട്ട് ഈ പള്ളിയുടെ കാരെ വിളിക്കുകയും സദ്യ കൊടുക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ വീട്ടുകാരുടെ റിലേറ്റീവായിട്ടും പോകാം, അല്ലെങ്കിൽ ഈ പള്ളിയുടെ സമിതിയുടെ അണ്ടറിലോ നമുക്ക് ഈ കൂപ്പൺ മേടിച്ചിട്ടാണ് ഈ സദ്യ കഴിക്കാൻ സാധിക്കുന്നത്. അവിടെ നിൽക്കുമ്പോൾ തന്നെ പല പല ചുണ്ടൻവള്ളങ്ങൾ ഇങ്ങനെ പാട്ടോടുകൂടി വരുന്നത് കാണാം. അതേപോലെ തന്നെ ഈ നേർച്ച ചെയ്യുന്ന വീട്ടുകാർ ഇവരെ വരവേൽക്കാനായി ആരതി ഒഴിഞ്ഞ് അവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ നമ്മുടെ പള്ളിയുടെ സമിതിയിലെ ഏജൻറ്റ് അല്ലെങ്കിൽ ഗൈഡ്. അപ്പോൾ പുള്ളിയാണ് നമുക്കിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഈ അമ്പലത്തിൻ്റെ ചരിത്രവും ഇതിൻ്റെ വിശേഷണങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തന്നത് ആ ഒരു ഗൈഡാണ്. നമ്മൾ പുറമേ നിന്ന് ഒറ്റയ്ക്ക് ഇത് ബുക്ക് ചെയ്ത് വരണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മളിവിടെ വന്ന് ഒരു പള്ളിയോടത്തിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടൊക്കെ വേണം വരാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വരാനും ചെയ്യാനും ഒന്നും നമുക്ക് കറക്റ്റ് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മളെ കൊണ്ടുവന്നത് ക്വീൻ ബീസ് ആണ്. അപ്പോൾ ഈ ഗൈഡിനെ അറേഞ്ച് ചെയ്ത് തന്നതും നമുക്കുള്ള എല്ലാ പരിപാടികളും സെറ്റ് ചെയ്ത് തന്നതും ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മളെ ആറന്മുള വരെ എത്തിച്ചിട്ട് തിരിച്ച് ട്രിവാൻഡ്രത്ത് എത്തിച്ചു തന്നതും ഒക്കെ ക്വീൻ ബീസ് ആണ്. അപ്പോൾ ക്വീൻ ബീസിൻ്റെ ട്രാവൽ ഗ്രൂപ്പിൽ നമ്മളൊരു ലേഡീസ് ഒരു ടീമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് വന്ന് ഈ ഒരു ആറന്മുള വള്ളസദ്യ ആസ്വദിച്ച് കഴിച്ച് ഒരു ദിവസം അടിച്ച് പൊളിച്ചത്. ഇവിടെ വെച്ച് നമ്മുടെ സിനിമാ താരം സ്വാസിക്കേനെ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. അതെ, അവിടെ പുള്ളിക്കാരി ഹസ്ബൻഡോടെ നിൽപ്പുണ്ട്, ദൂരേന്ന് കണ്ടതാണ്. പിന്നെ അങ്ങോട്ട് മഴയും കൂടെ പെയ്തപ്പോൾ ഉണ്ടല്ലോ, നല്ല വൈബായിരുന്നു. മഴയാണെന്ന് പറഞ്ഞിട്ട് ആ വള്ളക്കാരോടെ നിന്ന് ഇറങ്ങി ഓടുന്നൊന്നുമില്ല, അവരവരുടെ ആ പാട്ടും മോളൊക്കെ അങ്ങ് കണ്ടിന്യൂ ചെയ്യണം. ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത്. എന്തായാലും ഇതാണ് നമ്മുടെ പാസ്. നമ്മൾ പാഞ്ചജന്യം എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൻ്റെ പുറത്തുള്ള ഒരു ഹോളിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. ആറന്മുള വള്ളസദ്യയുടെ രണ്ട് പ്രത്യേകതകളിൽ ഒന്നെന്ന് പറയുന്നത് ഇത്രയും ഒരുപാട് കറികൾ വിളമ്പുന്ന ഒരു സദ്യയാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. രണ്ടെന്ന് പറയുന്നത് ഈ വള്ളപ്പാട്ടോട് കൂടി വിളമ്പുന്നു. ആറന്മുള വള്ളസദ്യയിൽ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആ സദ്യയിൽ ഒരുപാട് കറികളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 3 പപ്പടമാണ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. സാധാരണയൊക്കെ നമുക്ക് ഒരു പപ്പടമല്ലേ കിട്ടുന്നത്, ഇവിടെ 3 പപ്പടം, പച്ചടി, കിച്ചടി, തോരൻ, അവിയൽ, കൂട്ടുകറി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. അച്ചാറുകളുണ്ട്. അഡീഷണൽ ആയിട്ട് പരിപ്പ് വട, എള്ളുണ്ട്, ഉണ്ണിയപ്പം, അവൽ, പൊരി, ചമ്മന്തിപ്പൊടി, പിന്നെ ഉപ്പിലിട്ടൊരു മാങ്ങേൻ്റെ ഒരു കഷ്ണവും വഴുതനങ്ങേൻ്റെ ഒരു കഷ്ണം. അത് ശ്രീകൃഷ്ണന് നേർച്ചയായിട്ട് കൊടുക്കുന്നതായിട്ടാണ് പറയുന്നത്. കരിമ്പിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. തോരൻ തന്നെ 2 ടൈപ്പ് തോരൻ ഉണ്ടായിരുന്നു. പരിപ്പ്, നെയ്യ്, പപ്പടം, ഇത്ര ഐറ്റംസ് കഴിച്ചതിന് ശേഷം എനിക്ക് ഇനിയും അഡീഷണൽ ആയിട്ട് 2 പപ്പടം ഉണ്ടല്ലോ. അപ്പോൾ സാമ്പാറിൻ്റെ കൂടെ പപ്പടം കഴിക്കുന്നത് എനിക്കിഷ്ടമാണ്. ലാസ്റ്റ് പുളിശ്ശേരിയും മോരും ഒക്കെ വന്നപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് പപ്പടം കഴിക്കാൻ പറ്റി. ചിലർ പായസത്തിൻ്റെ കൂടെ കഴിക്കും. നിങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അഭിപ്രായം പറ. കറികളൊക്കെ ഈ പച്ചടിയും അവിയലൊക്കെ രണ്ടാമത് കൊണ്ടുവന്നു. അപ്പോൾ രണ്ടാമത് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിയൽ വേഗം കഴിച്ചു. കറിയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ യൂഷ്വലി സദ്യകളിൽ കാണുന്നതിനെക്കാട്ടിലും കറികൾക്കൊക്കെ നല്ല രുചി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം ഞാൻ ചോറ് മേടിച്ചായിരുന്നു. സാമ്പാറും പുളിശ്ശേരിയൊക്കെ കൂട്ടി ചോറ് കഴിച്ചു. അച്ചാറൊക്കെ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയാം. 4 ടൈപ്പ് പായസം ഉണ്ട് കേട്ടോ. നമ്മുടെ യൂഷ്വലി കാണുന്ന അടപ്രഥമൻ ഉണ്ടല്ലോ, അടപ്രഥമന് ശേഷം കടലപ്രഥമൻ തരും. എനിക്ക് അടപ്രഥമനേക്കാട്ടിലും ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ കടലപ്രഥമൻ. കടലപ്രഥമന് ശേഷം ഇവർ പഴം പ്രഥമൻ തരും. അതും ഭയങ്കര വെറൈറ്റി ആയിരുന്നു. പഴം പ്രഥമൻ നമ്മൾ ശരിക്കും ഒരു ബനാന സ്മൂത്തി ഒക്കെ കഴിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പാൽപ്പായസം. പിന്നെ തിരുവനന്തപുരംകാരായതുകൊണ്ട് നമ്മൾ പറയും ബോളി കിട്ടിയില്ല, ബോളിയില്ല. ബോളി തിരുവനന്തപുരത്തേ ഉള്ളൂ, ആറന്മുളയിൽ ബോളിയില്ല കേട്ടോ. എന്തായാലും അതൊരു കുറവായിട്ടൊന്നും തോന്നത്തില്ല. നമുക്ക് ഒരുപാട് ഐറ്റംസ് വേറെ ഉണ്ടല്ലോ. ഉണ്ണിയപ്പവും പരിപ്പ് വട, എള്ളുണ്ടൊക്കെ കഴിക്കുമ്പോൾ പിന്നെ നമ്മൾ ബോളി കോമ്പൻസേറ്റ് ചെയ്തു എന്ന് വെച്ച് എന്നെ ആരും തല്ലാൻ വരണ്ട കേട്ടോ. ലാസ്റ്റ് നല്ല പുളിശ്ശേരി അച്ചാറും കൂട്ടി ചോറ് കഴിച്ച് അത് കഴിഞ്ഞ് രസവും മോരും അടിപൊളി. സദ്യക്ക് വേണ്ടിയിട്ട് വീഡിയോ ആണെങ്കിൽ ഞങ്ങൾ സദ്യ മാത്രമല്ല ആറന്മുള കണ്ണാടി മേക്കിങ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ക്വീൻ പീസ് കൊണ്ടുപോയായിരുന്നു. അതിനുശേഷം വെൺമണി മഹാദേവ ക്ഷേത്രം ഭയങ്കര ഗ്രാമീണ സൗന്ദര്യമുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ. കണ്ണാടി മേക്കിങ്ങിൻ്റെ കുറച്ച് സ്റ്റെപ്സ് ഞാൻ കാണിച്ചായിരുന്നു. അങ്ങ് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതുണ്ടോ, പൗഡർ പോലെ അങ്ങ് പൊടിക്കും. പൊടിച്ചിട്ട് നമ്മുടെ ചണച്ചാക്കുണ്ടല്ലോ, ചണച്ചാക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കും. അരിഞ്ഞെടുത്തിട്ട് ഇത് പൊടിക്കുന്ന പൗഡറിനകത്ത് അങ്ങ് മിക്സാക്കിയിട്ട് ഇവിടുത്തെ വയലിൽ നിൽക്കുന്ന ഒരു ചെടിയുണ്ട്. വയലിൽ നിൽക്കുന്ന ക്ലേ ആണ്. ഈ ക്ലേയോടെ കൂട്ടി ഇളക്കി ഇട്ടിരിക്കുക. അതാണ് പിന്നെ മോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. വെളിയിൽ നിന്ന് എടുക്കുന്ന മണ്ണാണ്. ഈ മണ്ണ് ഇവിടെ മാത്രം ഇത് ഈ മണ്ണ് ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഉപയോഗിച്ച് കളിമണ്ണ് ചെളി മാത്രമേ ഉള്ളൂ വെളിയിൽ നിന്ന് എടുക്കുന്നത്.
ആദ്യം ഇതുപോലെ രണ്ട് ഡിസ്ക് ഉണ്ടാക്കും. ഇതുപോലെ രണ്ട് ഡിസ്ക് ഉണ്ടാക്കിയിട്ട് ഗ്ലാസ്സിനുള്ള തിക്കൻസ് വരും. ഇതുപോലെ ഇതാണ് ഗ്ലാസ്സിനുള്ള തിക്കൻസ് കേട്ടോ. ഈ കനത്തേലാണ് ഗ്ലാസ് വാർത്തെടുക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ചിട്ട് ഈ തിക്കൻസിനകത്താണ് ഗ്ലാസ് വാർത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ അങ്ങ് പാക്ക് ചെയ്യും. ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു പാക്കിങ് കൂടെ ഉണ്ട്. അന്നേരപ്പോഴത്തേക്ക് ഈ വാച്ച് അങ്ങ് ഫുൾ കവർ ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് ഈ വാച്ച് വെച്ചിരിക്കുന്നിടത്തോട്ട് ഒരു കപ്പ് കൊടുക്കും. ഇതുപോലെ എന്നിട്ട് ഇതങ്ങ് ഹീറ്റാക്കും. ഹീറ്റാക്കുമ്പോഴത്തേക്ക് ഈ വാച്ച് അങ്ങ് കത്തിപ്പോകും. അത് കഴിയുമ്പോഴത്തേക്ക് നേരെ നടുക്കൊരു ഹോൾ വരും കേട്ടോ. ഇതുപോലെ ഇതിനകത്തോട്ടാണ് ലോഹം വാരി വെച്ച് നിറച്ചെടുക്കുന്നത്. ഇതാണ് ലോഹം. ഇത് ചെമ്പും വെളുത്തിയും കൂടെ ഒരു പ്രത്യേക അനുപാതത്തിൽ കൂട്ടിയെടുക്കുന്ന ഇതിനകത്ത് നിറച്ച രഹസ്യം. ഇത് മെറ്റലാണത്. ആ രഹസ്യങ്ങളൊന്നും ചോദിക്കരുത് കേട്ടോ. എന്നിട്ട് ഈ ലോഹം തടി ഇതിനകത്ത് വാരി ഇങ്ങനെ വെച്ച് നിറയ്ക്കും. ഇങ്ങനെ വാരി വെച്ച് നിറച്ചിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒരു ക്ലോത്തിൻ്റെ പീസ് വെക്കും. ഒരു ലോഹം തടി ഇവിടെ ഇരിക്കുക കേട്ടോ. ഇത് ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് ഈ ബർണസിനകത്തോട്ട് കണ്ട് ഈ കാണിച്ചിരിക്കുന്ന പോലെ മരക്കരിയും തീയും ഇട്ടിട്ട് ഇതിനകത്തോട്ട് കണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി. ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇവിടെ വരെ കരിയിട്ട് അങ്ങോട്ട് ഇല്ലാത്ത ഇതിനകത്ത് ഒരു 30 എണ്ണത്തോളം ഇതിനകത്ത് ഇറക്കി വെക്കും. 30 എണ്ണത്തോളം ഇറക്കി വെച്ചിട്ട് ഈ ബ്ലൗ ഇറക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നല്ല പവറുള്ള എയർ വരും. ആ എയർ കൊണ്ട് ലോഹമാണ് ഇതിനകത്ത് വരുന്ന ഊരി. ആറന്മുളയും കണ്ട് വെൺമണി മഹാദേവ ക്ഷേത്രവും കണ്ട് അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടെ സമാപിക്കുകയാണ്. ഒരുപാട് പേരുടെ ചിരകാല ആഗ്രഹം പോലെയായിരുന്നു ഈ ആറന്മുള സദ്യ. അത് സാധിപ്പിച്ചെന്ന ക്വീൻ ബീസിന് നമ്മുടെ ഒരു സ്പെഷ്യൽ താങ്ക്സ്. ക്വീൻ ബീസിൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അടുത്ത ട്രിപ്പിന് കാണാം. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ. സീ യു. ബൈ.